പ്ലസ് ബി സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് നമുക്കൊരു പുതിയ റിപ്പോർട്ട് പരിചയപ്പെടാം. ബിൽ വൈസ് പെർഫോമൻസ് എന്ന് പറയുന്ന റിപ്പോർട്ടാണ്. ഓൾറെഡി നമ്മൾ ബിൽ വൈസ് പെർഫോമൻസ് റിപ്പോർട്ട് നമ്മൾ കാണിച്ചതാണ്. ഈ റിപ്പോർട്ടിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഏജന്റുമാർക്ക് കൊടുത്തിരിക്കുന്ന കമ്മീഷൻ കഴിച്ചിട്ട് നമ്മളൊരു ബില്ലിൽ വരുന്ന പ്രോഫിറ്റ് എത്രയാണെന്ന് കാണിക്കുന്ന റിപ്പോർട്ടാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം ബില്ലടിക്കുന്ന സമയത്ത് നമ്മൾ ഏജൻറ്റിനെ സെലക്ട് ചെയ്ത് കൊടുക്കും. നമ്മളിവിടെ അടിച്ച ബില്ലാണ് കാണിക്കുന്നത്. എഡിറ്റ് ചെയ്ത് നമ്മളിവിടെ ബില്ലിൻ്റെ അകത്ത് നമ്മളിവിടെ ഏജൻറ്റിന് കമ്മീഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ 5% കമ്മീഷൻ 250 രൂപ. ടെസ്റ്റ് ഏജൻറ്റ് എന്ന് പറയുന്ന ആൾക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബിൽ എമൗണ്ട് വരുന്നത് 5000 രൂപയാണ്. 5000 രൂപ നമ്മൾ 5% ഡിസ്കൗണ്ട് കൊടുത്ത് 250 രൂപ നമ്മൾ ഏജൻറ്റിന് കമ്മീഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കമ്മീഷൻ കഴിച്ചിട്ട് നമുക്ക് വരുന്ന എമൗണ്ട് ആണ് നമുക്കിവിടെ കാണിക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മളിവിടെ ലാസ്റ്റ് ഡിസ്കൗണ്ട് ചിലപ്പോൾ നമ്മൾ ബില്ലിൻ്റെ അകത്ത് കൊടുക്കും. അതും കഴിച്ചിട്ട് നമുക്കൊരു എമൗണ്ട് ബില്ലിൽ പ്രോഫിറ്റ് വരും. ചില ആൾക്കാർ നമ്മൾ ചില സ്ഥാപനങ്ങൾ നമ്മൾ ബില്ലടിക്കുന്ന സമയത്ത് ലാസ്റ്റ് ഡിസ്കൗണ്ട്, അതായത് റൗണ്ട് ചെയ്യാൻ വേണ്ടി ലാസ്റ്റ് ഡിസ്കൗണ്ടുകൾ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇതൊന്നും നമ്മൾ ബിൽ വൈസ് നമ്മൾ മുന്നേ കാണിച്ചിരിക്കുന്ന പെർഫോമൻസ് റിപ്പോർട്ടിൻ്റെ അകത്ത് ചിലപ്പോൾ എഫക്റ്റ് ചെയ്യുന്നത് ലാസ്റ്റ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് നിങ്ങളെ പ്രോഫിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താണ് ടാക്സും കാര്യങ്ങളും കഴിഞ്ഞിട്ട് ലാസ്റ്റ് വരുന്ന എമൗണ്ട് ആണ് നിങ്ങൾ ഡിസ്കൗണ്ട് ആയിട്ട് കൊടുക്കുന്നത്. അതും കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പുതിയ റിപ്പോർട്ട് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ലാസ്റ്റ് ഡിസ്കൗണ്ട് ആയിട്ട് ഞാൻ 200 രൂപ അവിടെയും കൊടുത്തിട്ടുണ്ട്. 4800 ആണ് നമുക്ക് വരുന്നത്. 4800 240 കഴിച്ചിട്ട് എത്രയാണ് നമുക്ക് ആ ബില്ലിൻ്റെ അകത്ത് വരുന്ന പ്രോഫിറ്റ് എന്ന് കാണിക്കുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് റിപ്പോർട്ട് ഓപ്പൺ ചെയ്യാം. റിപ്പോർട്ടിനകത്ത് സെയിൽസിൽ ബിൽ വൈസ് പെർഫോമൻസ് എന്നാണ് നമ്മൾ കൊടുത്തിരിക്കുന്ന പേര്. അപ്പോൾ നിങ്ങളുടെ പെർഫോമൻസ് എന്ന് പറയുന്ന ഓൾറെഡി നമ്മൾ കാണിച്ചിരിക്കുന്ന റിപ്പോർട്ട് അതിൻ്റെ അകത്തുണ്ട്. അതിന് പുറമെയാണ് നമ്മൾ ഈ റിപ്പോർട്ട് അഡീഷണൽ ആയിട്ട് ചെയ്തിട്ടുള്ളത്. ഈ റിപ്പോർട്ട് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഓഫീസുമായി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ റിപ്പോർട്ട് തരുന്നതായിരിക്കും. നമ്മൾ ബിൽ വൈസ് സെയിൽസ് പെർഫോമൻസ് എന്ന റിപ്പോർട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി ഡേറ്റ് ഇവിടെ കൊടുക്കാം. നമ്മൾ എല്ലാ റിപ്പോർട്ടിലും കാണിച്ച മാതിരി ഡേറ്റ് ഇവിടെ കൊടുക്കാം. പിന്നെ നമുക്കിവിടെ കാണിക്കും അടിച്ചിരിക്കുന്ന ഡേറ്റ്, ബിൽ നമ്പർ, ഏത് പാർട്ടിക്കാണ് കൊടുത്തത്, ലാൻഡിങ് കോസ്റ്റ് എന്താണെന്നുള്ളത്, ആ ബില്ലിൻ്റെ അകത്ത് ലാൻഡിങ് കോസ്റ്റ് എന്താണ് വന്നിരുന്നത്, എമൗണ്ട് വരുന്ന 5000 രൂപയാണ്. നമ്മളിവിടെ ഏജൻറ്റിന് 240 രൂപ കമ്മീഷൻ കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ഡിസ്കൗണ്ട് ആയിട്ട് നമ്മൾ 200 രൂപയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ നമുക്ക് പ്രോഫിറ്റ് ആ ബില്ലിൻ്റെ അകത്ത് വന്നിരിക്കുന്നത് 4110 രൂപയാണ് നമുക്ക് ആ ബില്ലിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മളെ പുതിയ റിപ്പോർട്ട്. നമുക്ക് പഴയ റിപ്പോർട്ട് നോക്കാം. പഴയ റിപ്പോർട്ടിനകത്തേക്ക് വരുമ്പോൾ സെയിം റിപ്പോർട്ട് തന്നെയാണ് വരുന്നത്. പക്ഷേ നമുക്കിവിടെ കാണിക്കാം ആ കൊടുത്തിരിക്കുന്ന ലാസ്റ്റ് ഡിസ്കൗണ്ടും നിങ്ങളെ ഏജൻറ്റിന് കൊടുത്തിരിക്കുന്ന കമ്മീഷനും ഈ റിപ്പോർട്ടിനകത്ത് അത് എഫക്റ്റ് ചെയ്യില്ല. കാരണം നോർമലായിട്ട് നമ്മൾ പ്രോഫിറ്റ് വൈസ് റിപ്പോർട്ട് ചെക്ക് ചെയ്യുമ്പോൾ ലാസ്റ്റ് ഡിസ്കൗണ്ടും ചെക്ക് ചെയ്യാറില്ല. ചില കേസുകൾ നിങ്ങൾക്ക് ആ ബില്ലിൻ്റെ അകത്ത് വന്നിരിക്കുന്ന എമൗണ്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ റിപ്പോർട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് നമ്മളെ പുതിയ ബിൽ വൈസ് പെർഫോമൻസ് റിപ്പോർട്ട് വരുന്നത്.